ഹലോ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു യാത്രയിലാണ് കേട്ടോ. യാത്ര വേറെ എങ്ങോട്ടല്ല, എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട് തൃശ്ശൂരാണ്, ഏട്ടൻ്റെ വീട് വയനാടാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ വയനാട് നിന്ന് തൃശ്ശൂർക്ക് ഏകദേശം 7 മണിക്കൂർ യാത്രയുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ 5 മണിക്ക് ഇറങ്ങാമെന്നാണ് വിചാരിച്ചത് വീട്ടിൽ നിന്ന്. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 5:30 ആയിട്ടോ. റെഡിയായൊക്കെ വന്നപ്പോൾ പിന്നെ മോനും ഉണ്ടല്ലോ, അപ്പോൾ മോനെ എണീറ്റ് അവന് റെഡിയൊക്കെ ആക്കി വന്നപ്പോൾ സമയം പോയി. അപ്പോൾ ഞങ്ങൾ താമരശ്ശേരി ചുരം വഴിയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ മിക്കപ്പോഴും നാട്ടിൽ പോകുമ്പോൾ കുറ്റ്യാടി ചുരം വഴിയാണ് പോവാറ്. ഈ പ്രാവശ്യം വിചാരിച്ചു താമരശ്ശേരി ചുരം വഴി പോവാം. അപ്പോൾ രാവിലത്തെ അവിടുത്തെ വ്യൂ ഒക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ വഴി വന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 7 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. നല്ല കോടയും അതുപോലെ സൂര്യൻ ഉദിച്ച് നിൽക്കുന്നൊരു സമയം കൂടിയായിരുന്നു കേട്ടോ. ഈ വെറുതെ ആയിട്ട് ഇതിൽ വന്നത്, നല്ലൊരു വ്യൂ കാണാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ആ കാഴ്ച കണ്ട് കുറച്ച് നേരം അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ വീണ്ടും തിരിച്ചു കേട്ടോ. പിന്നെ അധികം നേരം ഒന്നും അവിടെ നിൽക്കാനും പറ്റില്ല, കാരണം അവിടെ ചെക്കിങ് ഉണ്ട്. അപ്പോൾ അവർ ഫൈൻ ഇടും. അവർ ആദ്യം പറയും നമ്മുടെ അടുത്ത് പോകാൻ പറയും, എന്നിട്ടും പോയിട്ടില്ലെങ്കിൽ അവർ ഫൈൻ ഇടും. അപ്പോൾ അതിനെ തന്നെ നിൽക്കണേ. അപ്പോൾ ഞങ്ങൾ വേഗം അവിടെ നിന്ന് തിരിച്ചു. പിന്നെ അങ്ങനെ രാവിലെ തന്നെ ആ ഒരു കാഴ്ചയൊക്കെ കണ്ടിട്ട് മനസ്സിന് തന്നെ നല്ലൊരു സുഖം കിട്ടിയിട്ടാണ്. അപ്പോൾ യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ യാത്രകൾ പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമുക്ക് എപ്പോഴും പറ്റിയെന്നൊന്നും വരില്ല, അല്ലെങ്കിൽ എല്ലായ്പ്പോഴും നമുക്ക് യാത്രകൾ പോകാൻ പറ്റിയെന്നൊന്നും വരില്ല. പക്ഷേ നമുക്ക് പറ്റുന്ന സമയം, അതിന് വേണ്ടി ഒരു സമയം കണ്ടെത്തുക എന്നുള്ളതാണ് വേണ്ടത്. ആ പറ്റുന്ന സമയത്ത് നമ്മൾ യാത്രകൾ പോവുക, എൻജോയ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന സ്ട്രെസ്സും അതുപോലെ സങ്കടങ്ങളൊക്കെ മറക്കാനും അതുപോലെ മാറാനൊക്കെ നല്ലൊരു യാത്ര കൊണ്ട് ചിലപ്പോൾ സാധിച്ചു എന്ന് വരും. അപ്പോൾ അങ്ങനെയൊന്ന് നോക്കി കേട്ടോ നിങ്ങൾ. അപ്പോൾ ഞാൻ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ, അതുപോലെ എൻജോയ് ചെയ്യുന്ന ആളും കൂടിയിട്ടാണ്. അപ്പോൾ ഒരു ബസ്സിലൊക്കെ പോവുകയാണെങ്കിൽ എന്താ പറയുക, ഒരു പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ സുഖം, അതൊന്ന് വേറെ തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങളിവിടെ നാട്ടിൽ പോകുന്ന സമയത്തേ ഞാൻ ഏട്ടനോട് പറയും നമുക്ക് പ്രൈവറ്റ് ബസ്സിൽ പോകാട്ടാന്ന് പറയും. വയനാട്ടിൽ നിന്ന് കോഴിക്കോട് വരെ KSRTC ബസ്സിലാണ് കേട്ടോ പോവാറ്. കോഴിക്കോട് നിന്ന് തൃശ്ശൂർക്ക് പ്രൈവറ്റ് ബസ്സിൽ പോകാമെന്ന് പറയും. അപ്പോൾ അതിൽ ഏത് സമയം പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ കേട്ട് ഇങ്ങനെ യാത്ര പോകുമ്പോൾ നമുക്ക് എന്താ പറയുക, ആ ഒരു യാത്ര ബോറിംഗ് ആയിട്ട് തോന്നില്ല. പിന്നെ കോഴിക്കോട് നിന്ന് 4 മണിക്കൂർ യാത്രയുണ്ടല്ലോ തൃശ്ശൂർക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ യാത്രകൾ പോവുക, എൻജോയ് ചെയ്യുക. പിന്നെ കുട്ടികളുടെ വെക്കേഷൻ സമയമൊക്കെ ആണെങ്കിൽ അവരെയും കൊണ്ട് ആ സമയത്തെങ്കിലും ഏതെങ്കിലും സ്ഥലങ്ങൾ കാണാനോ അല്ലെങ്കിൽ ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടൊക്കെ അങ്ങനെയൊക്കെ പോവാം കേട്ടോ. അത് കുട്ടികൾക്ക് ഭയങ്കര എന്താ പറയുക, എൻജോയ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് പോവുക. എന്നാലും ഇപ്പോൾ ഒരുപാട് പേരൻസ് അങ്ങനെ ചെയ്യുന്നവരാണ് കേട്ടോ. ഇപ്പോൾ കുട്ടികളുടെ വെക്കേഷൻ സമയമൊക്കെ ആകുമ്പോഴേക്കും ഏതെങ്കിലും സ്ഥലത്തേക്ക് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ പോകുന്നവരുണ്ട്. അങ്ങനെയൊക്കെ പോകണം കേട്ടോ. അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പകാലത്തെന്ന് വെച്ചാൽ നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു ഏതെങ്കിലും സ്ഥലങ്ങളൊക്കെ കാണാൻ പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ വീട്ടിൽ നിന്ന് വെച്ചാൽ അങ്ങനെ യാത്രകളൊക്കെ കൊണ്ടുപോകാനായിട്ട് അച്ഛനങ്ങനെ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ അച്ഛൻ ഒരുപാട് മാറിയിട്ടാ. ഇപ്പം അച്ഛന് ആഗ്രഹമുണ്ട്, ഞങ്ങൾ മക്കളെല്ലാവരും ഒരു ഫാമിലി ട്രിപ്പായിട്ടൊക്കെ എവിടെയെങ്കിലും സ്ഥലങ്ങളൊക്കെ കാണാൻ പോകണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ അതാ പറഞ്ഞേ, നമ്മൾ എന്താ പറയുക, കുറേ കാലം കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ നമുക്ക് അന്നിങ്ങനെ പോവായിരുന്നു, അന്നിങ്ങനെ ചെയ്യായിരുന്നു എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. എല്ലാത്തിനും ഒരു സമയങ്ങളുണ്ട്, ആ സമയങ്ങളിൽ അങ്ങ് ചെയ്തു പോവുക എന്നുള്ളതാണ്. അല്ലാതെ എന്താ പറയുക, നമുക്കെല്ലാം നമ്മൾ ജീവിതത്തിൽ സക്സസ് ആയതിന് ശേഷം നമുക്കിതൊക്കെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നതൊക്കെ ഭയങ്കര മണ്ടത്തരാണ് കേട്ടോ. ഇപ്പോൾ യാത്രകളോട് മാത്രമാണ് നമുക്ക് ഓരോരോ ജീവിതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും അതുപോലെ ഓരോരോ അനുഭവങ്ങൾ പഠിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു കുഞ്ഞു ജീവിതത്തിൽ ഓർമ്മിക്കാനായിട്ട് നമുക്കിതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും യാത്രകൾ പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി ഫുഡ് കഴിക്കാൻ നോക്കട്ടെ കേട്ടോ. ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ് കേട്ടോ വീട്ടിൽ നിന്ന്, ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. അല്ലെങ്കിലും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കഴിക്കാണ്ട് തന്നെയാണ് കേട്ടോ വരാറ്. അതെന്താണെന്ന് വെച്ചാൽ രാവിലെ എന്തെങ്കിലും കഴിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ ചുരം ഇറങ്ങിയിട്ട് വരുന്ന സമയത്ത് ഈ വളഞ്ഞും തിരിഞ്ഞൊക്കെ അല്ല വരുന്നത്.
അപ്പോൾ ആ സമയത്ത് ഈ ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് രാവിലെ ഒന്നും കഴിക്കാണ്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുക. അതിന് ശേഷം നമ്മൾ ഈ ചുരമൊക്കെ ഇറങ്ങിയതിന് ശേഷം താഴെ വന്നിട്ടാണ് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക കേട്ടോ. അപ്പോൾ ചുരത്തിൽ താഴെ വന്നപ്പോൾ ഈ തട്ടുകട എന്ന് എഴുതിയിട്ടുള്ളൊരു കടയിൽ കയറിയിട്ടാ. പക്ഷേ തട്ടുകടയൊന്നും അല്ലായിരുന്നു, അതിൻ്റെ ഉള്ളിൽ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഫുഡും കാര്യങ്ങളൊന്നും കുഴപ്പമുണ്ടായില്ല. പക്ഷെ അവർ സെർവ് ചെയ്തത് എനിക്ക് അത്ര വലിയ ഇഷ്ടമായില്ല കേട്ടോ. കറി കണ്ടില്ലേ, ചെറിയൊരു പാത്രത്തിലാണ് തന്നത്. അതാണെങ്കിൽ ഫുള്ളും പോവാനായി. കുറച്ചും കൂടി വലിയൊരു പാത്രത്തിൽ തരാണെങ്കിൽ നമുക്ക് എടുക്കാനൊക്കെ കുറച്ചും കൂടി എളുപ്പമായിരുന്നു. അപ്പം ഇതിപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. ഇവിടെ ഒരു തിയേറ്ററിൽ കയറിയിരിക്കുന്നതിൻ്റെ ഒരു ഫീലിംഗ് ആയിട്ടുണ്ടായിരുന്നത്. ഒരു AC റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ കയറി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ ഇങ്ങനെ റൂമിലേക്കാണ് കൊണ്ടുപോയത്. ഇപ്പം എൻ്റെ മോനുണ്ടല്ലോ കുഞ്ഞൂസ്, അവന് ഈ ഇടയായിട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അച്ഛൻ മതി കേട്ടോ. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ അച്ഛൻ്റെ അടുത്ത് ഇരിക്കുള്ളൂ, അച്ഛൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഫുഡ് കഴിക്കുള്ളൂ. അപ്പം ഞാൻ ഫ്രീ ആണ്, എന്നാലും ഇപ്പം ഞാൻ എന്തെങ്കിലും വാരി കൊടുത്താൽ പോലും അവൻ കഴിക്കില്ല കേട്ടോ. അങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഏട്ടൻ്റെ അടുത്ത് ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇത് ചില സമയത്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എൻ്റെ അടുത്ത് വന്നിരിക്കും. എന്നാലും കൂടുതൽ സമയം അവൻ അച്ഛൻ്റെ അടുത്താണ് കേട്ടോ നിൽക്കുക. പക്ഷേ വീട്ടിലുള്ളപ്പോഴാണെങ്കിൽ എപ്പോഴും ഞാൻ തന്നെ വേണം താനും. അപ്പോൾ ഇവിടെ ഫുഡ് ഓർഡർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ മന്തി റൈസും അൽഫാമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ചേട്ടൻ പറഞ്ഞത് ചപ്പാത്തിയും തന്തൂരി ചിക്കനാണ് കേട്ടോ ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡ് ഷെയർ ചെയ്തു കേട്ടോ, എന്നിട്ടാണ് കഴിക്കാറ്. അപ്പോൾ അൽഫാം കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഈ അൽഫാം ഉണ്ടല്ലോ, അതിപ്പോൾ ഈ ഇടയ്ക്കായിട്ട് എൻ്റെ ഒരു ഫേവറേറ്റ് ഫുഡാണ് കേട്ടോ. ആദ്യം എന്ന് വെച്ചാൽ ബിരിയാണിയായിരുന്നു ഇഷ്ടം. എവിടെ ചെന്നാലും ബിരിയാണിയായിരുന്നു, ബിരിയാണിയുടെ ആളായിരുന്നു ഞാൻ. ചിക്കൻ ബിരിയാണി ഇല്ലാണ്ട് ഒരു പരിപാടി എനിക്കുണ്ടായിരുന്നില്ല. ബീഫ് ബിരിയാണി കഴിക്കുമായിരുന്നു, കൂടുതലും ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ കഴിക്കാറ്. ഇപ്പോൾ ഈ അൽഫാം കഴിക്കാൻ തുടങ്ങിയതോട് കൂടിയിട്ട് എവിടെ ചെന്നാലും ഇപ്പോൾ അൽഫാമാണ് ഓർഡർ ചെയ്യുക. ഫസ്റ്റ് തന്നെ ഓർഡർ ചെയ്യണത് അൽഫാമാണ്. മന്തി റൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ 2 സംഭവമാണ് എപ്പോഴും ഞാൻ ഓർഡർ ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് മാറ്റിയെടുക്കണം. ഇതൊന്നും അധികം കഴിക്കണത് നല്ലതല്ല എന്നറിയാം, എന്നാലും എന്താ പറയുക, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്താ പറയുക, സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. പിന്നെ ഏട്ടൻ്റെ ചെരുപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറി, അങ്ങനെ ഒരു ചെരുപ്പും വാങ്ങിച്ചു. അതിനുശേഷം വീണ്ടും യാത്ര തുടർന്നു. അപ്പോൾ ഇവിടെ വെച്ച് ഞാൻ വീഡിയോ നിർത്താൻ പോവാണ് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ വെച്ചാൽ ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയല്ലേ, വേറെ ഒന്നും വീഡിയോയിൽ കാണിക്കാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ സംസാരിച്ചിരുന്നുകൊണ്ട് പോവും. അപ്പോൾ വീഡിയോ ഭയങ്കര ലോങ് ആയിപ്പോവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നാട്ടിൽ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ. നാട്ടിൽ പോയാൽ എനിക്കെന്ന് വെച്ചാൽ അവരായിട്ട് സമയം സ്പെൻഡ് ചെയ്യാനാണ് ഇഷ്ടം. അപ്പോൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.